കോളേജ് എന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയമുണ്ട്. പല കുട്ടികളും അതിൽ ചെന്ന് ചേരാറുമുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് കലാലയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. കാരണം കുട്ടികൾ മറ്റൊരു വ്യക്തിയായി മാറുകയാണ്, അവർ സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുകയാണെന്നുള്ളതാണ്. പക്ഷേ ഇവർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് വേണ്ടി കുത്താനും ചാവാനും അതുപോലെ തന്നെ നടക്കുന്ന അടിമകളാണിവർ. ഈ കുട്ടികളൊക്കെ പഠിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇവർക്ക് കിട്ടുന്ന എന്താണെന്നറിയോ? കയ്യിൽ ഒരു പിടി കേസുകളൊക്കെ ആയിരിക്കും. അതുമാത്രമല്ല, പിന്നെ ഈ കേസുകളുടെ പുറകെ നടക്കണം, അതിനു വേണ്ടി കുറേ കാശ്, അതിനു വേണ്ടി കുറേ വർഷങ്ങളാണ് പോവുകയെന്നുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഇവർക്ക് വേണ്ടി ഉരുകിത്തീരുന്ന കുറച്ച് മാതാപിതാക്കളുണ്ട്. അവരുടെ ചോരയും നീരുമൊക്കെ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹിക്കുന്നത്, ഒരു നല്ല വ്യക്തികളായിട്ട് സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളത്. പക്ഷേ ഈ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ കുട്ടികളുടെ ഭാവി തന്നെ ഇവർ നശിപ്പിച്ച് കളയാണ്. പക്ഷേ ഇവർ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർ തന്നെ പറയാനുണ്ട്, ഞാൻ എൻ്റെ കോളേജ് കാലത്തിൽ ഇങ്ങനെയൊക്കെ നടന്നു, എൻ്റെ ലൈഫ് കുറേ തന്നെ സ്പോയിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു സമയമുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയമാണ് പ്രധാനം, അല്ലെങ്കിൽ എനിക്ക് ജനങ്ങളെ സേവിക്കണം, അങ്ങനെ ലൈഫ് ലോങ് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കുക. അതിനുശേഷം നിങ്ങളൊരു തൊഴിൽ സമ്പാദിക്കുക. സ്വന്തമായിട്ടൊരു തൊഴിൽ നേടിയതിന് ശേഷം, ഒരു ഐഡൻറ്റിറ്റി നേടിയതിന് ശേഷം നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. കാരണം ജനങ്ങൾക്ക് ആവശ്യം വിദ്യാഭ്യാസവും അതുപോലെ തന്നെ വിവരവുമുള്ള രാഷ്ട്രീയ നേതാക്കളെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും നേടണം, വിദ്യാഭ്യാസം നേടണം, അതുപോലെ തന്നെ ഒരു സ്വന്തമായിട്ടൊരു ജോലി നേടണം. അതിനുശേഷം നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം. ജനങ്ങൾ അംഗീകരിക്കും. അല്ലാതെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും തന്നെ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടി കരയാനും ഉരുകാനും നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമേ നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കുക. എന്തോരം കുട്ടികളാണ് നമ്മുടെ രാഷ്ട്രീയ കലാപത്തിൻ്റെ പേരിൽ മരണപ്പെട്ടത്. അവർക്ക് വേണ്ടി ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് പേര് കരയും, പിന്നെ കുറച്ച് പേര് മുദ്രാവാക്യം വിളിക്കും, പിന്നെ ലൈഫ് ലോങ് ആ ഒരു കണ്ണുനീര് അനുഭവിക്കുന്നത് അവരുടെ വീട്ടുകാർ തന്നെയാണെന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ഇപ്പം മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കൂടെ ഉണ്ടാവും, നിങ്ങളുടെ എക്സ്പെൻസുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഫുഡ് തരാൻ എല്ലാവരും ഉണ്ടാവും. പക്ഷേ അവരില്ലാത്തൊരു കാലഘട്ടം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക.